വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ റോഡ് നിയമങ്ങൾ വരണം. അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി മേടിക്കുമ്പോൾ എന്നോട് 10 രൂപ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് മേടിക്കുന്നതെന്ന് കണക്കൂട്ടിയാൽ മതി. ഈ കുപ്പി കിട്ടാൻ കാശ് കിട്ടുമെങ്കിൽ എനിക്ക് കൊടുക്കാൻ വല്ല മടിയുണ്ടോ? ഇത് മാത്രം ചെയ്ത് എന്തിനാ ഇതിനോട് പഠിപ്പിക്കാനിരിക്കുന്നത്? ഒരു 10 ദിവസം സ്ഥിരമായിട്ട് ഓരോരുത്തർ വേസ്റ്റ് വീണ യൂറോപ്പിൽ കാണിക്കുന്നത് 3 പെട്ടി കൊണ്ടുവെക്കും. ഇവിടെ 10 ദിവസമാണ് ഒരു ക്യാമറ കൊണ്ടുവെക്കും. അപ്പോൾ ഈ പനങ്ങളിൽ നമുക്ക് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുക ഇത് എങ്ങനെ ചെത്തുന്നതെന്ന്. ഇവൻ അന്തം വിട്ടുപോകും. ഈ ഇത്ര അടി പൊക്കത്തിലുള്ള ഇതിൽ മനുഷ്യൻ നമ്മുടെ അവിടെ ആ കള്ളെടുക്കാൻ പോകണമെങ്കിൽ 1 ലിറ്റർ കള്ളെടുക്കാൻ പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 5000 രൂപ മുടക്ക് വരും. കേരളത്തിൽ നിന്ന് പുറത്തുള്ള മലയാളികളുടെ ഇഷ്ടം പോലെ കാശുണ്ട്. ഈ കാശ് പോയെന്നും റിട്ടേൺ കിട്ടുമെന്നും ഒരു ആൾക്കാർക്ക് ഒരു ധാരണ വന്നാൽ കോടാനുകോടി പൈസ ഇവിടെ ടൂറിസത്തിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് കൊച്ചിയിൽ എന്തുകൊണ്ടാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് തുടങ്ങാൻ പറ്റാതെ? ട്രിവാൻഡ്രത്ത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റും? ഇത് മുഴുവൻ KSRTC കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ പന്ന വണ്ടിയിട്ട് KSRTCയുടെ ആ ഒരൊറ്റ പിടിവാശിയാണ് കേരളം ഒരു കാലത്തും ടൂറിസം രക്ഷപ്പെടാത്തത്. 28 സംസ്ഥാനങ്ങൾ 28 നിയമങ്ങളാണ്. സത്യത്തിൽ റോബിൻ ചെയ്യുന്നത് പോലെയുള്ള സേവനം അതൊരു ഭയങ്കര സേവനമാണ്. അങ്ങനത്തെ 100 കണക്കിന് വണ്ടി ഇവിടെ വരണം. നാളെ മുതൽ തമ്പ്രാൻ ഈ പെർമിറ്റ് അങ്ങ് എടുക്കുക, നാളെ മുതൽ ഞങ്ങളുടെ വണ്ടിയാണ് ഓടുന്നതെന്ന് പറയാനൊരു ഉളുപ്പ് വേണ്ടേ? KSRTCക്ക് നമ്മൾ 100 കണക്കിന് കോടി രൂപ കൊടുത്തോണ്ടിരിക്കുക. അതാരാ? നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുക. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഒരു ഭാവം? അതിനെപ്പറ്റി നമ്മൾ പറയാതിരുന്നാൽ മതി. ഈ കേരളത്തിനുണ്ടാക്കാവുന്നത് പോലെ പൈസ ഉണ്ടാക്കാം, അതുപോലെ നമുക്കിവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ റോഡ് നിയമങ്ങൾ വരണം. ഉറപ്പായിട്ടും ടൂറിസം ക്ലബ്ബുകൾ പല സ്ഥലങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ ടൂറിസ്റ്റുകളോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസുകൾ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒരു കുട്ടികൾക്ക് തന്നെ ചെറുപ്പത്തിൽ തന്നെ അവർക്കൊരു, ഇപ്പം നമ്മൾ ബാലിയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇന്തോനേഷ്യയിലൊക്കെ കേട്ടിട്ടുണ്ട്, കുട്ടികൾ ചൂലുമായിട്ട് രാവിലെ ഇറങ്ങും. എന്തെങ്കിലും വൃത്തിയിടേണ്ട അവർ ക്ലീൻ ചെയ്തിട്ട് സ്കൂളിലേക്ക് പോകും. എന്തുകൊണ്ടാണ് നമുക്ക് കേരളം പോലെ ഒരു സ്ഥലത്ത് അത്തരത്തിലൊരു സംസ്കാരം പോലും ഇല്ലാതായി? ഒരു സംസ്കാരം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ടൂറിസത്തിൻ്റെ ഒരു സെൻറ്റർ ഇപ്പം വാഗമണ്ണാന്ന് വെച്ചു, മൂന്നാറാന്ന് വെച്ചു, അല്ലെങ്കിൽ എറണാകുളമാണെന്ന് വെച്ചു, റെയിൽവേ സ്റ്റേഷനാണെന്ന് വെച്ചു. നമ്മളൊരു കൊക്കക്കോള മേടിക്കുന്നു. ഇപ്പോൾ കൊക്കക്കോളയ്ക്ക് 100 രൂപ എന്ന് വെച്ചു, 100 രൂപ. ഈ കൊക്കക്കോള മേടിക്കുമ്പോൾ നമ്മളോട് 110 രൂപ മേടിക്കണം. ഈ കൊക്കക്കോള മേടിക്കുമ്പോൾ നമ്മളോട് 110 രൂപ മേടിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ വൈൻഡിങ് മെഷീൻ ഇടണം. ഈ കുപ്പി അങ്ങോട്ട് ഇടുമ്പോൾ 10 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. ഇതിന് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ജർമ്മനിയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ കുപ്പി അങ്ങോട്ട് ഇട്ടാൽ അപ്പോൾ പൈസ ഇങ്ങോട്ട് കിട്ടും. അപ്പം ആരും ഈ പൈസ കിട്ടിയില്ല, വഴി കിടക്കുന്ന കണ്ടാലും ആരെങ്കിലും ഇതിനകത്ത് കൊണ്ടിട്ടേച്ച് പൈസ മേടിക്കും. ഇപ്പം ആതിരപ്പള്ളിയിൽ ഇങ്ങനത്തെ ഒരു 10 മിഷൻ വെച്ചേ ഒറ്റ കുപ്പി പുറത്തു പോകുമോ? ഈ നമ്മളോട് ഇപ്പം ഞാനൊരു കൊക്കക്കോള മേടിക്കും, അല്ലെങ്കിൽ ഒരു സ്പാന്ത മേടിക്കുമ്പം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി മേടിക്കുമ്പോൾ എന്നോട് 10 രൂപ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് മേടിക്കുന്നതെന്ന് കണക്കൂട്ടിയാൽ മതി. ഈ കുപ്പി കിട്ടാൻ കാശ് കിട്ടുമെങ്കിൽ എനിക്ക് കൊടുക്കാൻ വല്ല മടിയുണ്ടോ? ഇത് മാത്രം ചെയ്ത് എന്തിനാ ഇതിനോട് പഠിപ്പിക്കാനിരിക്കുന്നത്? കുമരകം കായലില് രാജപ്പൻ എന്ന് പറഞ്ഞ ആള് ഈ കുപ്പികള്, ഈ ആളുകൾ ടൂറിസ്റ്റുകൾ കളയുന്ന കുപ്പികള് പെറുക്കി വിറ്റ് 16 കിലോ ആണ്. ഒരു ദിവസം അയാൾ 16 കിലോ കുപ്പി വരെ സഹായിച്ചു. പ്രധാനമന്ത്രിയൊക്കെ എന്തുകൊണ്ടാണ് ടൂറിസം സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടിടും? നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റ് ആയാലും മറ്റെന്ത് വേസ്റ്റ് ആയാലും നമ്മൾ വെള്ളത്തിൽ കൊണ്ടിടുന്നു. അതായത് തന്നെ ബീച്ചുകൾ, നമുക്ക് കേരളത്തിൽ ഗംഭീരമായ ബീച്ചുകളുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് നാറി നിൽക്കാൻ പറ്റും. രാജേഷേ, അതിന്റെ ബേസിക് കാരണം ആൾക്കാരുടെ അല്ല, അത് ഞാൻ പറയാം. ഇപ്പം എനിക്ക് വാഗമണ് ഞങ്ങൾ നാളെ പോയി, നല്ലൊരു വ്യൂ പോയിന്റ് ഞങ്ങൾ നാറിയിട്ട് നിൽക്കാൻ പറ്റില്ല. അതിനിപ്പം നമുക്ക് ഒരു പരിധി വരെ ഞങ്ങൾ വിദേശത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനത്തിനെ നിങ്ങളെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾക്കൊരു പ്രത്യേകത, ഞങ്ങളെന്നല്ല, വിദേശത്തൊരു 10 വർഷം ജീവിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒരു പേപ്പർ കയ്യിലെടുത്താൽ ഞങ്ങൾക്കിത് അങ്ങോട്ട് കളയാൻ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് ആ പേപ്പർ റോഡ് കളയാൻ, അത് എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെയും അവരത് കളയാനാണ്. ആ കടലാസ് കൈക്കകത്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പക്ഷേ ഇത് നമുക്ക് ഇടാനൊരു സ്ഥലം വേണ്ടേ? നമ്മളിത് 1 മണിക്കൂർ 2 മണിക്കൂർ ഇത് വെച്ചോണ്ടിരുന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇനി എവിടെ കൊണ്ട് കളയാനാ, നമ്മളും എടുത്ത് താഴത്തോട്ടിടും. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. നമ്മൾ ഒരു 10 ദിവസം സ്ഥിരമായിട്ട് ഓരോരുത്തർ വേസ്റ്റ് വീണ യൂറോപ്പിൽ കാണിക്കുന്നത് 3 പെട്ടി കൊണ്ടുവെക്കും. ചില്ലും മെറ്റലും ഇവിടെ, കടലാസ് ഇവിടെ, ഓർഗാനിക് വേസ്റ്റ് ഇവിടെ 10 ദിവസമാണ് ഒരു ക്യാമറ കൊണ്ട് വെക്കും. ഞാൻ ചോദിക്കട്ടെ, കറക്റ്റായിട്ടൊരു വേസ്റ്റ് എടുക്കുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. നമ്മൾ എത്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒരാൾക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കുപ്പി വേസ്റ്റ് ഇടാനുള്ളൊരു ഫെസിലിറ്റി എത്ര സ്ഥലത്തുണ്ട്? അത് പ്രോപ്പറായിട്ട് എത്ര സ്ഥലത്ത് നിന്ന് എടുക്കുന്നുണ്ട്? അത് ചെയ്തു വെച്ചേച്ച് ഇവിടെ വേസ്റ്റ് ഇടരുത് എന്ന് പറയുമ്പം ഈ വേസ്റ്റ് എവിടെ ഇടണം എന്നും കൂടെ സർക്കാർ പറയണ്ടേ? സർക്കാരല്ലാതെ ആരാണോ പറയുന്നത്? ഇപ്പം പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഇവിടെ വേസ്റ്റ് ഇടരുത് എന്ന് പറയുമ്പം അത് എവിടെ വേസ്റ്റ് ഇടണം എന്നും കൂടെ പറയണം. അത് പറഞ്ഞാലേ നമുക്ക് ഇവിടെ വേസ്റ്റ് ഇടരുതെന്ന് പറയാൻ പറ്റുള്ളൂ.
പിന്നെ നിങ്ങൾ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാൾക്കാർ എന്തോരം ചോദിക്കും എവിടെ നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകാൻ പറ്റും, അല്ലെ റൊമേനിയ നമുക്ക് എവിടെയാണ് പോകാൻ പറ്റും? നമുക്ക് പറയും പ്ലീസ് കാസ്റ്റിൽ പോകാൻ പറ്റും, നമുക്ക് ഡ്രാക്കുള കോട്ടയിൽ പോകാൻ പറ്റും, നമുക്ക് അവിടെ റൊമേനിയയിൽ നിന്ന് ബൾഗേറിയയ്ക്ക് പോകുന്ന വഴിക്ക് റൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ദനൂബ് റിവറുണ്ട്. ദനൂബ് റിവറിൽ നമുക്കൊരു ക്രൂയിസ് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബുഡാപെസ്റ്റ് ക്രൂയിസ് ഉണ്ട്, അല്ലെങ്കിൽ ലിൻസി ക്രൂയിസ് ഉണ്ട്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ ക്രൂയിസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആ പറഞ്ഞ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം വാഗമണ് മാർക്കറ്റ് ചെയ്യുകയെന്ന് വെച്ചു. ഇപ്പം വാഗമണ് നമ്മൾ ചോദിക്കും, അവർ ചോദിക്കുക വാഗമണ് നമുക്ക് എന്നാ കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മൊട്ടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ അവിടെ നമ്മൾ എന്തൊരു ഡെസ്റ്റിനേഷൻ പറയും. ഇപ്പം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് പറയാം. ഇപ്പം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ജഡായിപ്പാറ അതുപോലത്തെ, കാരണം ഈ കേരളത്തിൽ നിന്ന് പുറത്തുള്ള മലയാളികളുടെ ഇഷ്ടം പോലെ കാശുണ്ട്. ഈ കാശ് പോയേലെന്നും റിട്ടേൺ കിട്ടുമെന്നും ഒരു ആൾക്കാർക്കൊരു ധാരണ വന്നാൽ കോടാനുകോടി പൈസ ഇവിടെ ടൂറിസത്തിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം ആ ജഡായിപ്പാറ തന്നെ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അത് എന്തെല്ലാം ഇപ്പം അത് ഓപ്പണായി, പക്ഷെ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിനകത്ത് വന്നു. ഇപ്പോഴും അങ്ങനെ ആളുകൾ വരുന്നില്ല ആണ്. അപ്പം ഈ വാഗമണ്ണിൽ തന്നെ അല്ലെ മൂന്നാർ തന്നെ നമുക്ക് എന്നെ വരനാടിനെ കാണിക്കാം, മാട്ടുപ്പെട്ടി കൊണ്ടുപോകാന്നുള്ളതല്ലാതെ നമുക്ക് എന്താ ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ ഉള്ളത്? നമുക്കിപ്പോൾ മൂന്നാർ പോയാൽ നമ്മൾ പറയാം ഒരു 5 കിലോമീറ്റർ ഒരു കേബിൾ കാറുണ്ട്. കേബിൾ കാറിൻ്റെ മുന്നേ നിന്ന് നോക്കിയാൽ നമുക്ക് തമിഴ്നാട് മുഴുവൻ കാണാം. ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ നമുക്ക് ഇപ്പോൾ സായിപ്പിന് ഇവിടെ വന്നിട്ട് ഏതായാലും ഫോറിൻ ലിക്കർ വേണ്ട, അവന് ബിയർ വേണം, വൈൻ വേണം, കള്ളു കൊടുക്കാം. ഇപ്പം ഇപ്പം വാഗമണ്ണിൻ്റെ മുകളിൽ ഒരു വലിയ ഡെസ്റ്റിനേഷനോട് നമ്മളൊരു കേബിൾ കാർ താഴെ നിന്ന് കൊടുത്തു. അവൻ അതേ കയറി അവിടെ ചെന്നു, അവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവൻ അവിടെ ഒരു അൺലിമിറ്റഡ് ടൈം കൊടുക്കണം. ആ ടൈമിൽ അവിടെ ഇരിക്കുമ്പം അവൻ ഈ പറഞ്ഞ പോലെ രാജേഷ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ പനങ്ങളിൽ കൊടുക്കാം. അപ്പോൾ ഈ പനങ്ങളിൽ നമുക്ക് വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുക, ഇത് എങ്ങനെയാണ് ചെത്തുന്നതെന്ന്. ഇവൻ അന്തം വിട്ടുപോകും. ഈ ഇത്ര അടി പൊക്കത്തിലുള്ള ഇതിൽ മനുഷ്യൻ നമ്മുടെ അവിടെ ആ കള്ളെടുക്കാൻ പോകണമെങ്കിൽ 1 ലിറ്റർ കള്ളെടുക്കാൻ പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 5000 രൂപ മുടക്ക് വരും. കാരണം മറ്റേ മിഷൻ വന്നിട്ട് അവിടെ കയറാൻ പറ്റുള്ളൂ. അല്ല, ഇതേ മനുഷ്യൻ ഇങ്ങനെ കയറുമോ? അപ്പോൾ ഇത്രയും വലിയ പൊക്കത്തിൽ നിന്ന് ഈ പനങ്ങളിലെടുത്ത് ഇതിവിടെ കൊടുത്താൽ ആ സാധനമാണ് ഈ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ സായിപ്പ് ഒന്നും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മേടിച്ചു കുടിക്കും. ഇല്ലേ? നമുക്ക് തെങ്ങുംകുള്ളി കൊടുക്കാൻ പറ്റിയല്ലേ? നീര് കൊടുക്കാൻ മേലേ? അതുപോലെ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കൈതച്ചക്ക, നമ്മുടെ പൈനാപ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് വരുമ്പോൾ ഓരോ സ്ഥലത്ത് ബുഡാപെസ്റ്റ് ചെല്ലുമ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാറ്റുണ്ട്. സ്ലൊവേനിയ ചെല്ലുമ്പോൾ അവർക്കുണ്ട്. ഇപ്പോൾ റോമിൽ നിന്നൊരു 250 കിലോമീറ്റർ പോകുമ്പം ഫ്രസാസി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ വെലേനാദി ജങ്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ അവരുടേതായ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ട്. ഇതൊന്നും വലിയ ആനയായിട്ടല്ല, പക്ഷെ ഇത് ഇവരങ്ങോട്ട് എഴുതി മാർക്കറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വരുന്ന ആൾക്കാർ പക്ഷേ നമുക്ക് ആ സാധനം മേടിക്കണം. കാരണം ഇത് ഇൻ്റർനെറ്റിൽ കയറുമ്പോൾ ഇത് കാണുകയെന്നേ, നമുക്കത് മേടിക്കണം. അപ്പോൾ അത് മേടിക്കാൻ പ്രശ്നമില്ല. അപ്പോൾ സ്ലൊവേനിയയിലൊരു കേക്കുണ്ട്. ആ കേക്ക് ഇവിടുന്ന് വരുന്ന നല്ല ആൾക്കാർ ചോദിക്കും, സ്ലൊവേനിയയിലെ കേക്ക് വലിയ ആന കേക്കായിട്ടൊന്നുമല്ല, പക്ഷേ ഇവരിത് ഇൻ്റർനെറ്റിൽ കയറുമ്പോൾ സ്ലൊവേനിയയിലെ ഈ കേക്ക് ഫേമസാണ്. നമുക്കങ്ങനെ നമ്മുടെ ഈ കപ്പയും മീൻകറി ഓരോ സാധനങ്ങളും നമുക്കിത് ഞാൻ ചോദിക്കട്ടെ, മഞ്ഞ കളറുള്ള കപ്പ, ചുവന്ന കളറുള്ള മീൻകറി, നിങ്ങൾ രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്ത് ഗംഭീരായിരിക്കുമോ? അത് കഴിച്ചില്ലേ വേണ്ടെന്ന് ഇവൻ മേടിക്കുവേ. നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടുതൽ പനങ്ങളിലൂടെ കൊടുത്താലോ? അതെ, ഈ ഇത്രയും വലിയ പനയെ കയറി എടുക്കുന്നത്. ഇങ്ങനെയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറെ കാര്യം ചെയ്യാം. ഇപ്പം വാഗമണ്ണിൽ നമ്മൾ ചെല്ലുന്നു. ഞാൻ ഉദാഹരണം വാഗമൺ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ടാ. വാഗമണ്ണിൽ ചെല്ലുന്നു, ഒരു 50 വണ്ടികളോടെ കിടപ്പുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയാനില്ല. ഇതിൽ എത്ര പേർക്ക് ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് കൃത്യമായിട്ട് ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് പോകാൻ പറ്റുന്ന അറിയാവുന്ന എത്ര പേരുണ്ട്? ടൂറിസ്റ്റുകളെ ഡീൽ ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഒരു വിദേശത്തു നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവരുടെ വസ്ത്രധാരം. ഇവിടെ ഒരു ചാൻസ് കിട്ടി എത്തി നോക്കാനും ഒണിഞ്ഞു നോക്കാനും നിൽക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ വാഗമണ്ണിൽ കിടക്കുന്ന വണ്ടികളല്ല ഓഫ് റോഡ് പോകേണ്ട വണ്ടികൾ. ഓഫ് റോഡ് പോകേണ്ട വണ്ടികൾ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് 4 വീല് വേണം. 4 വീല് വണ്ടികൾ, മസ്കുലറായിട്ടുള്ള വണ്ടികൾ, 4 വീല് വണ്ടികൾ. ഡ്രൈവർമാർക്ക് ഡ്രൈവിങ്ങിനും ആൾക്കാരെ ഡീൽ ചെയ്യാനും പ്രത്യേക പരിശീലനം കൊടുത്ത് നമുക്ക് ഓഫ് റോഡ് ടൂറിസം ചെയ്യാം. അത് ഇവരുദ്ദേശിക്കുന്ന റൂട്ടിൽ കൂടെ അല്ല പോകേണ്ടത്. അത് സർക്കാർ തന്നെ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന റൂട്ടിൽ കൂടെ പോയി ഇത്ര സമയം കൊണ്ടേ പാസ് ചെയ്യാവുള്ളൂ എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്ത് നമ്മുടെ ഇവിടുത്തെ ഓഫ് റോഡ് വണ്ടികളുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അല്ല ഇതിന് താല്പര്യമുള്ള ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുത്ത് 2 കാര്യത്തിൽ, 1 വണ്ടി ഓടിക്കാനും 2 ടൂറിസ്റ്റുകളെ ഡീൽ ചെയ്യാനും പ്രാക്ടീസ് കൊടുത്ത് ഈ വണ്ടികൾ അവർ സ്പെസിഫൈ ചെയ്യുന്ന റൂട്ടിൽ കൂടെ കൃത്യമായ സമയബന്ധിതമായിട്ട് ഓടി കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ എത്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഓഫ് റോഡ് വണ്ടികൾക്ക് ഇങ്ങനെ
ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം ചെറുപ്പക്കാർക്ക് ഇവിടെ പണി കിട്ടും. വരുമാനമുണ്ടോ? ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇവിടുത്തെ കമാൻഡറിലൊന്നും പേടിച്ചിട്ട് കയറിയല്ല. ആ വണ്ടി അല്ല ഓഫ് റോഡ് പോകേണ്ടത്. നമ്മൾ കൃത്യമായി സർക്കാർ ഇതിന് സ്പെസിഫിക്കേഷൻ കൊടുക്കണം. ഇത്ര സൈസ് ടയർ വേണം, 4 വീലർ ആയിരിക്കണം, വിഞ്ച് വേണം, വണ്ടി എവിടെയെങ്കിലും സ്ലിപ്പായ കൊളുത്താൻ വിഞ്ച് വേണം. ഇത് കൃത്യമായിട്ട് കൊടുത്ത് ഓപ്പൺ ആണേ ഓപ്പൺ, അതിനൊരു നിർദ്ദേശം കൊടുത്തിട്ട് ഇത് ലൈസൻസ് കൊടുത്ത് നമ്മുടെ എന്തുമാത്രം ചെറുപ്പക്കാർക്ക് കേരളത്തിൽ പണി കിട്ടും. ഇപ്പോൾ ഒരു മണിക്കൂർ ഓഫ് റോഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 5 മണിക്കൂർ ഓഫ് റോഡ് കൊടുക്കുന്നു. ഒരു പയ്യന് എങ്ങനെ കളിച്ചാലും അവനൊരു 2000 രൂപ ഒരു ദിവസം സേവ് ചെയ്യാവുന്നത് പോലെ വേണം ഇതിൻ്റെ പ്രൈസ് ഗവൺമെൻറ് നിശ്ചയിച്ചോട്ടെ. പക്ഷേ സർവ്വ ചെലവും കഴിയുമ്പോൾ ഇവനൊരു 12,000 രൂപയെങ്കിലും ഒരു ദിവസം ബാലൻസ് കിട്ടത്തക്ക രീതി ചെയ്തു നോക്കിക്കേ. എന്തുമാത്രം പേര് ഇതിനകത്ത് തൊഴിലിനകത്ത് വരും. ശരിയാണ് ഞാൻ പറയുന്നത്? അതെ, വളരെ കറക്റ്റാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, വിൻറ്റേജ് ടൂറിസം. ഞാനിത് പറയുന്നത് എൻ്റെ ബുദ്ധിയിൽ നിന്നൊന്നും വരുന്നതല്ല, നമ്മൾ ഈ ലോകം മുഴുവൻ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. വിൻറ്റേജ് ടൂറിസം, നമ്മളിവിടെ ആരെങ്കിലും ഒരാളൊരു വണ്ടി ഒരു മോഡിഫൈ ചെയ്താൽ അപ്പം അവനെ പിടിച്ച് വീട്ടിൽ കിടക്കുന്ന വണ്ടിക്ക് ഫൈൻ അടിക്കും, പെയിൻറ്റ് മാറിയാൽ. വിൻറ്റേജ് ടൂറിസം ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി ഉള്ള നമ്മുടെ 1946 56 ഒക്കെ മോഡൽ അംബാസഡറൊക്കെ ലാൻഡ് മാസ്റ്ററൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഇതിനകത്തുള്ള വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ മോഹൻലാലിൻ്റെ പടം ഉണ്ടല്ലോ, ലൂസിഫർ, അങ്ങനെയുള്ള വണ്ടികൾ, ഒരുപാട് വർഷം പഴക്കമുള്ള വില്ലീസ് ജീപ്പുകൾ, ലാൻഡ് മാസ്റ്റർ, അംബാസഡർ, ഫിയറ്റിൻ്റെ പഴയ വണ്ടികൾ, ഈ ഇറ്റാലിയൻ ഫിയറ്റ്, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരുപാട് വണ്ടികളുണ്ട് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ഇങ്ങനെയുള്ള വണ്ടികൾ പുത്തൻ വണ്ടി പോലെ റിനോവേറ്റ് ചെയ്ത് ഇതേ ടൂറിസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറല്ല. ഇപ്പോൾ കൊച്ചി, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബീച്ചിൻ്റെ സൈഡിൽ 1 മണിക്കൂർ അല്ല ഒറ്റ ട്രിപ്പ്, ഈ എന്തുമാത്രം പേർക്ക് ഇതിനകത്ത് പണി കിട്ടുമെന്ന് അറിയാം. ഫോർട്ട് കൊച്ചി മാത്രം മതി. ഇത് 1 മണിക്കൂർ 10 മിനിറ്റ് ഒരു ട്രിപ്പ്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ പഠിപ്പിച്ച് പിള്ളേരെ എന്തുമാത്രം പിള്ളേർക്ക് പണി കിട്ടും. എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റാതെ? ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് കൊച്ചിയിൽ എന്തുകൊണ്ടാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് തുടങ്ങാൻ പറ്റാതെ? ട്രിവാൻഡ്രത്ത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റും? ഇത് മുഴുവൻ KSRTC കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ പന്ന വണ്ടിയിട്ട് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ടൂറിസത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് വണ്ടിയാണ്. അതായത് ഓപ്പൺ ബസ്. ഇപ്പം നമുക്കിപ്പോൾ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് തുടങ്ങാൻ പറ്റുമോ? ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പറ്റിയാലെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പല ഡെസ്റ്റിനേഷൻസിൽ നിന്ന് ആളിനെ എടുക്കാൻ പറ്റണം, പല ഡെസ്റ്റിനേഷൻസിൽ ആളിനെ ഇറക്കാനും പറ്റണം. ഇപ്പം നമ്മൾ രാവിലെ ഈ വണ്ടി ഓപ്പൺ ഓപ്പം സാധാരണ ഓടുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കമ്പനിക്ക് തന്നെ ഒരു 5-8 വണ്ടികൾ കാണും. അപ്പം ഒരു ട്രിപ്പ് നമ്മൾ ഇപ്പം ഹൈക്കോടതിയിൽ നിന്നാന്ന് വെച്ചു, ഹൈക്കോടതിയിൽ നിന്ന് ആളിനെ എടുത്ത് വണ്ടി നിറച്ച ആളുമായിട്ട് പോരുമെന്ന് വെച്ചു. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് വരുന്നു, തൃക്കാക്കര ഒരു പോയിന്റ് വെച്ചു, കുറേ പേര് തൃക്കാക്കര കാണേണ്ടവർ അവിടെ ഇറങ്ങും, ഇപ്പോൾ കുറേ പേര് അങ്ങ് പോകും. അടുത്തത് ഹിൽ ടോപ്പിൽ ഹിൽ പാലസ് കണ്ടവർ കുറേ പേര് അവിടെ ഇറങ്ങും. അപ്പോൾ ഇതിന് മുമ്പിലത്തെ പോയി വണ്ടിയിൽ ഇറങ്ങി ഹിൽ പാലസ് കണ്ടവർ ആ വണ്ടി അവിടെ നിന്ന് കയറും. എന്ന് പറഞ്ഞാൽ എല്ലാ ഡെസ്റ്റിനേഷനിലും ആളിനെ ഇറക്കാനും പറ്റണം, എല്ലാ ഡെസ്റ്റിനേഷനും ആളിനെ എടുക്കാനും പറ്റണം. അല്ല, ഈ സമയത്ത് ഇത് പറയുമ്പോഴാണ് നമ്മൾ ഈ റോബിൻ ബസ്സിന്റെ ഒരു വിഷയം. റോബിൻ ബസ് ഒന്ന് പുറപ്പെടുന്ന ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ റോബിൻ ബസ്സിനെ പിടിക്കുന്നു. അത് കോയമ്പത്തൂർ എത്തുമ്പോഴേക്ക് ഏതാണ്ട് 1 ലക്ഷം വരെ ഫൈൻ അടിച്ചു. പുള്ളി പിന്നെയും പിറ്റേ ദിവസവും സർവീസ്, വലിയ വാർത്തയായിരുന്നു. 2 ബസ്സാണ് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത്. ഇതിൽ ഒരു ബസ്സിന്റെ കഥയും പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ, വല്ലാത്ത രീതിയിലുള്ള നിയമങ്ങളാണ്, എന്തുകൊണ്ടാണ് ആ ബസ് ഓടി, എന്താണ്, ആരെയാണ് അത് ബാധിക്കുന്നത്? അല്ല, അതിൽ ഏറ്റവും വലിയൊരു നിയമവും കൂടി ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ മലപ്പുറത്ത് നിന്ന് സർവീസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് സർവീസ് തുടങ്ങിയാൽ ബാംഗ്ലൂർക്കാണെങ്കിൽ അതിൻ്റെ ഇടക്കുന്ന ആളെ എടുക്കാനും പാടില്ല, അതിൻ്റെ ഇടക്കുന്ന ആളെ കയറ്റാനും പാടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിലെ ടൂറിസം ഇത്രയും നശിക്കുന്ന ഒരു നിയമവും ഈ KSRTCയുടെ ഈ അവർ മാത്രമേ ഇത് ചെയ്യാവൂ എന്നുള്ള KSRTCയുടെ, അത് ഏത് ഗവൺമെൻറ് വന്നാലും ആ ഒരൊറ്റ പിടിവാശിയാണ് കേരളം ഒരു കാലത്തും ടൂറിസം രക്ഷപ്പെടാത്തത്. കാരണം അതിന് പ്രധാന കാരണം ഞാൻ പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതാ, പുറത്തുനിന്ന് വരുന്ന മുഴുവൻ ആൾക്കാരും ഭയങ്കര പൈസ ഉള്ളവരാണെന്നോ അല്ല. ബാക്ക് പാക്കേഴ്സ് ഇഷ്ടം പോലെ വരും. അവർ നല്ല ഫെസിലിറ്റി ഉണ്ട്. AC ഇല്ലാത്ത വണ്ടിയിൽ ഒരു യൂറോപ്യൻ കയറും, നിവൃത്തിയിലേക്ക് കയറും. അപ്പം നമുക്ക് ഈ ഇങ്ങനെയുള്ള റോബിൻ പോലുള്ള വണ്ടികൾ, അതായത് നമുക്കിപ്പം കേരളം പണ്ടത്തെ പോലെ കേരളം മാത്രം കാണാനല്ല ആൾക്കാർ വരുന്നത്. കേരളം കണ്ടു, ഇപ്പം കോയമ്പത്തൂർ പോയി, കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർ പോയി, അല്ല ഊട്ടി പോയി, മധുര പോയി. ഇങ്ങനെയുള്ള നല്ല വണ്ടികൾ വേണം. ഒരു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിന് കുറേ കൂടെ വ്യൂ ഉള്ളതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടായിരിക്കാം അവർ ഈ നാഷണൽ പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നാഷണൽ പെർമിറ്റ് ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വന്നേ മതിയാവും. 1968 കണ്ട നിയമപ്രകാരമാണ് ഈ പറയുന്നത്.
ഇത് മനുഷ്യരെന്തരം മാറി, റോഡ് എന്തരം മാറി, ലോകം എന്തരം മാറി. ലോകം മുഴുവൻ കൈക്കകത്തൊരു ഫോണിനകത്തിരിക്കും. 68 നിയമത്തിനനുസരിച്ച് ഇവിടെ വണ്ടി നടത്താവുള്ള പറഞ്ഞാൽ നടക്കും. അത് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ 28 നിയമങ്ങളാണ്. 28 നിയമങ്ങൾ. ഇവിടുന്ന് ഒരാൾക്ക് നേരെ പോയി കർണാടകത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കർണാടകത്തിലെ നിയമമാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്, ഒരു രാജ്യത്ത് മറ്റു രാജ്യത്ത് കയറുമ്പോൾ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നേ. ഇപ്പൊ റോമിൽ നിന്ന് നമ്മൾ സ്ലോവേനിയയിലോട്ട് കയറുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർ പറയും, ഈ നമുക്ക് ബോർഡർ ഒന്ന് കാണിക്കണം കേട്ടോ എന്ന്. ഞാൻ പറയും, എവിടെ ബോർഡർ? ബോർഡർ ഇല്ലെന്നേ. റോമിൽ നിന്ന് നമ്മൾ നേരെ ഫ്ലോറൻസ് പോയി, പിസ പോയി, അവിടുന്ന് പാദുവ പോയി, വെനീസ് പോയി. വെനീസിൽ നമ്മൾ നേരെ ത്രിയസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം കൊണ്ട് ഇറ്റലി തീർന്നു. 2 റോഡിൽ നിന്ന് ഇറ്റലി കൂടെ നമുക്ക് ഇറ്റലിയിലോട്ട് കയറാം, അല്ല സ്ലോവേനിയയിലോട്ട് കയറാം. ഒന്ന് ത്രിയസ്റ്റ് എന്ന് ഡയറക്റ്റ് കയറാം, 2 നമുക്ക് കുറെ ഇപ്പുറത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോസോജന റൂട്ടിൽ പോകാം. ഈ 2 റൂട്ടിന് പണ്ടത്തെ ബോർഡർ ഉണ്ട്. ഏത് ഈ യൂറോപ്യൻ യൂണിയനിൽ ഇവർ വരുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോർഡർ, ആ ബോർഡർ ഉണ്ട്. അവിടുത്തെ ടാക്സ് എങ്ങനെയാണെന്നറിയോ? അവിടെ പോലീസും ഇല്ല. അവിടെ നമ്മളങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ പമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടുത്തെ റോഡ് ടാക്സ് നീ എത്ര ദിവസം ഉണ്ട്? 1 ദിവസം. അവിടെ കയറി നമ്മൾ പമ്പിൽ കയറി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ അങ്ങോട്ട് എഴുതി കൊടുക്കുമ്പോൾ അവർ ഓൺലൈനിൽ അത് അടച്ച് നമുക്ക് ഓക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം നമ്മുടെ വണ്ടി കറക്റ്റാണ്. ഈ വണ്ടി എവിടെ റീഡ് ചെയ്താൽ അവർക്കറിയാം ഈ വണ്ടി അവിടുത്തെ 10 ദിവസം മിനിമം 10 ദിവസം ടാക്സ് അടച്ചിട്ടുണ്ട്. അവിടെ പോലീസും ഇല്ല, ബോർഡറും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ജർമ്മനിയിലോട്ട് കയറുമ്പോഴും പഴയ ബോർഡർ ഉണ്ട്. സ്ലൊവേനിയയിൽ നിന്ന് ജർമ്മനിയിലോട്ട് ഓസ്ട്രിയയിലോട്ട് കയറുമ്പോഴും ഓസ്ട്രിയയിൽ നിന്ന് ജർമ്മനിയിലോട്ട് കയറുമ്പോഴും ഇവിടെ ഒന്നുമില്ല. സ്വിറ്റ്സർലൻഡ് മാത്രം എല്ലാ സ്ഥലത്തും ബോർഡർ ഉണ്ട്. പിന്നെ ചില സ്ഥലത്ത് ബോർഡർ ഉണ്ട്. ഇപ്പൊ ജർമ്മനി ചില സമയത്ത് ബോർഡറിൽ ആൾ കാണും. ആ ബോർഡർ ഉണ്ടെങ്കിലും ബോർഡറിൽ പോലീസൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അലേർട്ട് കിട്ടുമ്പോൾ 2 സൈഡും പോലീസ് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഏതെങ്കിലും വണ്ടി അവർക്ക് സംശയം തോന്നിയാൽ മാറ്റി നിർത്താൻ പറയും. മാറ്റി നിർത്തി അവരത് പരിശോധിക്കും. അതല്ലാതെ ഒരു ബോർഡർ ഇല്ല, പോലീസ് ചെക്കിംഗ് ഇല്ല. ഈ നമുക്കിപ്പം ഞങ്ങളിപ്പം സാധാരണഗതി ഇവിടുന്ന് ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന ചിലപ്പോൾ ഒരു 7 രാജ്യം 8 രാജ്യമോ കടന്നു പോകും. ചില ട്രിപ്പുകൾ 13 രാജ്യം മറ്റും കടന്നു പോകും. ഇപ്പൊ ഒരു പിൽഗ്രിമേജ് റോമിൽ വന്നേച്ച് മറ്റേ ലിസ്ബണിൽ നിന്ന് തിരിച്ചു പോകുന്ന 12-14 രാജ്യമൊക്കെ കടന്നാ പോകുന്നത്. 10,000 കിലോമീറ്റർ ഈ വണ്ടി ഓടി 14 രാജ്യങ്ങൾ കടന്നു പോകും. നമുക്ക് ഒരു ബോർഡറിലും ഒരു പ്രശ്നമില്ല. ഇനി ഒരു ബോർഡർ പിടിച്ചാൽ പോലും നമ്മൾ അവരെന്നാ ഇന്നെന്നറിയോ, വണ്ടി കൈ കാണിക്കുന്നല്ല, നമ്മളെ ബോർഡറിൽ നിർത്താൻ പറഞ്ഞു. നമ്മൾ നിർത്തി. അവർ വന്ന് ചോദിച്ച് ഗ്ലാസ് താത്താൻ പറയും. ഗ്ലാസ് താത്തി ഇഞ്ചൻ ഓഫ് ചെയ്യാൻ പറയും. അപ്പം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇഞ്ചൻ ഓഫ് ചെയ്യും. അവർ നമ്മുടെ വണ്ടിയുടെ ബുക്ക് പോലും ചോദിക്കാറില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കും. അവർക്ക് അത് ഓൺലൈനിൽ അറിയാം. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ അവർക്കറിയാം. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, നിന്റെ ഡോക്യുമെന്റ് തരാൻ പറഞ്ഞ ഡോക്യുമെന്റ് വരുന്നു, പാർട്ടികളുടെ എല്ലാം മേടിച്ചുകൊണ്ട് പോയി വെയിറ്റ് ചെയ്യുന്നു പറയും. എന്നിട്ട് അവരവിടെ കൊണ്ടുപോയി നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കാവൂ, ഇറങ്ങാനും പാടില്ല, ഒന്നും പാടില്ല. അവിടുന്ന് അവരവിടെ കൊണ്ടുപോയി മാക്സിമം ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഇത് മുഴുവൻ പരിശോധിച്ച് കൊണ്ടുതന്നു വെച്ച് അവർ നമ്മളോട് വളരെ താഴ്മയായിട്ട് സോറി, 5 മിനിറ്റ് നമ്മുടെ കളഞ്ഞതിന് വളരെ സോറി എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ്, തൂത്തം ഓക്കെ, ബബ്ബാനെ വായി എന്ന് പറഞ്ഞ് നമ്മളെ വിടും. അല്ലാതെ എന്താ അങ്ങനത്തെ ഒരു സ്റ്റൈല് നമ്മളെ വണ്ടിയെന്ന് പോലും ഒരു ഇറങ്ങാൻ സമ്മതിക്കുകയില്ല. ആ ഒരു കൾച്ചർ ഇവിടെ എന്ന് വരും. ഈ ബസ് 4-5 ഉണ്ട്, അത് വിറ്റിട്ടാണല്ലോ ഇറ്റലിക്ക് പോയത്. വളരെ ലാഭകരമായിരുന്നുകൊണ്ട് അത് വിറ്റിട്ടാണ്. ഭയങ്കര ലാഭം. ഇപ്പൊ ഈ അതിനുശേഷം ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞു, ഏതാണ്ട് 10-20 കൊല്ലായി. ഈ 20 കൊല്ലത്തിനിടയ്ക്ക് ഈ റോബിൻ ബസിന്റെ ഇഷ്യൂ ഒക്കെ ശ്രദ്ധിച്ചപ്പോ എന്ത് തോന്നിയിരുന്നു? എന്താണ്? അയ്യോ, റോബിൻ ബസിന്റെ ഇഷ്യൂ ഒക്കെ അപ് ടു ഡേറ്റ്, ഓരോ ദിവസം ഓരോ മിനിറ്റിലും വീക്ഷിക്കുന്ന ആളാണ്. റോബിനെ ഗിരീഷ് ഞാൻ 1-2 പ്രാവശ്യം വിളിക്കുകയും ചെയ്ത ആളാണ്. സത്യത്തിൽ റോബിൻ ചെയ്യുന്നത് പോലെയുള്ള സേവനം അതൊരു ഭയങ്കര സേവനമാണ്. അങ്ങനത്തെ 100 കണക്കിന് വണ്ടി ഇവിടെ വരണം. അങ്ങനെ വന്നാൽ മാത്രമേ കേരളം ഇനി രക്ഷപ്പെടുകയുള്ളൂ. സ്വാഭാവികമായിട്ടും റോബിൻ ബസ്സിൽ എത്ര സ്റ്റാഫ് വേണം? 2 സ്റ്റാഫ് ഏതായാലും കാണുമല്ലോ. എത്ര പേർക്ക് പണി കിട്ടും? അതവിടെ നിൽക്കട്ടെ, അതൊരു വശം അങ്ങനെ നിൽക്കട്ടെ. ഈ വണ്ടികൾ, ഇതുപോലത്തെ നല്ല വണ്ടികൾ വന്നാൽ റോഡിൽ നിന്ന് പ്രൈവറ്റ് വണ്ടികൾ കുറയും. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ അറിഞ്ഞുള്ള കാര്യം വെച്ചാൽ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപ വിലയുള്ള വണ്ടികളാണ് ഈ 140 കിലോമീറ്റർ കൂടുതൽ സർവീസ് നടത്തുന്ന ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ. 20 വർഷവും 25 വർഷവും 30 വർഷവും ഓടി തെളിച്ച റൂട്ടുകളാണ്. ഇപ്പം പീറ്റേഴ്സ് ഉണ്ട്. പണ്ട് ആ പീറ്റേഴ്സ് ഇണ്ടിക്കുഴിയുടെ ആയിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ചന്ന് ബസ്സുണ്ടായിരുന്ന ഇണ്ടിക്കുഴി, അതുപോലെ തന്നെ ലൂക്സ്, അതൊക്കെ ആയിരുന്നു ഇതിൻ്റെ പഴയ പെർമിറ്റുകൾ. ലൂക്സ്, നിർമ്മല, ഇതൊക്കെ പഴയ പെർമിറ്റുകളാണ്. 30 വർഷമെങ്കിലും ഈ വണ്ടികൾ ഓടിയിട്ടുള്ള 30 വർഷം ഓടി തെളിച്ച ഒരു റൂട്ടിലോട്ട് നാളെ മുതൽ തമ്പ്രാൻ ഈ പെർമിറ്റ് അങ്ങ് എടുക്കുക, നാളെ മുതൽ ഞങ്ങളുടെ വണ്ടിയാണ് ഓടുന്നതെന്ന് പറയാനൊരു ഉളുപ്പ് വേണ്ടേ? അത് സർക്കാരല്ല, ആരായാലും ആയിക്കോട്ടെ. ഇപ്പോൾ ഇടതനായിക്കോട്ടെ, വടതനായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുതൽ ഞാൻ പിടിച്ചു മേടിക്കുന്ന പോലെയല്ലേ? നിങ്ങൾ അന്തസ്സായിട്ട് വേറെ റൂട്ട് നല്ല സർവീസ് കൊടുത്ത് കോമ്പറ്റ് ചെയ്യുന്നേ. പ്രൈവറ്റ് സെക്ടറിനോട് നല്ല വണ്ടി, AC ഉള്ള വണ്ടി, നല്ല റേറ്റ്, നല്ല ഫെസിലിറ്റി ഉള്ള വണ്ടി, നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി കൊടുത്തിട്ട് നിങ്ങൾ കോമ്പറ്റ് ചെയ്യേ.
അതല്ലാതെ 10-30 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഈടെ 5 മിനിറ്റിന് മുമ്പിൽ ഒരു KSRTC വിടുന്നതാണോ മര്യാദ? അത് എന്ത് സന്ദേശം എവിടെയുള്ളവർ കൊടുക്കുന്നത്? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഞങ്ങളിപ്പോൾ ഇതിലെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ടിപ്പർ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്, ഓട്ടോറിക്ഷക്കാരനെ തടഞ്ഞു നിർത്തുക, ടിപ്പർ തടഞ്ഞു നിർത്തുക. ഞാൻ എപ്പോഴും എന്നെ തന്നെ അതിനകത്ത് കാണും. 10 പ്രാവശ്യം ടിപ്പറിന് ഇവർ 2000 രൂപ വെച്ച് ഫൈൻ ഇട്ടാൽ ആ കാശ് ആർക്ക് പോകേണ്ടതെന്നറിയോ? ഒന്നെങ്കിൽ ഇവിടുത്തെ മണൽ മേടിക്കുന്നവൻ്റെ തലേ വരും. ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്, കെട്ടിടപ്പണി നടക്കുന്നില്ല ഈ വില, അല്ലെങ്കിൽ ഇവന്റെ ലാഭത്തിൽ നിന്ന് പോകും. ഇതിങ്ങനെ എത്ര നാൾ ഈ പ്രസ്ഥാനം പിടിച്ചു നിർത്താൻ പറ്റും? അവസാനം ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഒന്നെങ്കിൽ അവൻ കയറാ കയറും, അല്ലെങ്കിൽ അവൻ തീരുമാനിക്കും, ഞങ്ങൾ തീരുമാനിക്കും ഇത് ഇവിടെ പണ്ടാരടങ്ങി പോട്ടെ, നാട് വിട്ടു പോയേക്കാം, ചൂലാണെ ചൂല്, ഈ രാജ്യം വിട്ടു പോയേക്കാം എന്ന്. ഇനി അതും നിവൃത്തിയില്ലാത്തൊരു പ്രായത്തിലെത്തിയ ഒരാളാണ് വിചാരിക്കും ഈ നാട്ട് വേണ്ട, മക്കളെ ഇവിടുന്ന് വിട്ടേക്കാന്ന് നോക്കും. ശരിയാണോ? ഇപ്പൊ എന്റെ നാട്ടിലെ കുട്ടികൾ കയറി പോയാൽ മുഴുവൻ പോലും എന്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ പോയി എൻ്റെ അനിയന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോയി, എൻ്റെ പിള്ളേർ ആരും തിരിച്ചു വരികയില്ല. അപ്പം എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ട ഒരാളും യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ പോയ ഒരൊറ്റ ആൾ പോലും തിരിച്ചു വരികയില്ല. ഒരാൾ പോലും തിരിച്ചു വരികയില്ല. എന്തുകൊണ്ടാണ് തിരിച്ചു വരികയില്ലാത്ത? ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് സ്വന്തമായിട്ടൊരു ഇപ്പം ഞാനീ പറഞ്ഞത് 60 ലക്ഷം രൂപ വിലയുള്ള ഒരു പെർമിറ്റ് നാളെ വേണ്ട ഞങ്ങൾ ഓടിക്കാൻ പോകുന്ന പറയുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തോ? ഈ വണ്ടി ഇവൻ എന്നാ ചെയ്യും? വേറെ ആരെടുത്ത് മേടിക്കണ്ടേ? ഇത് ഗവൺമെന്റ് അല്ലാതെ വേറെ ആരാ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്? ഇത് ജോഷിയുടെ പറഞ്ഞ പോലെ ഈ ടാക്സ് നേരിട്ട് മേടിക്കുന്നു, അത് തന്നെ ഒരു വലിയ കൊള്ളയാണെന്ന് വിചാരിക്കുന്നു. ഭയങ്കര കൊള്ളയാണ്. അത് കൂടാതെ ഇപ്പൊ ജോഷിയുടെ പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരു ടിപ്പറുകാരനെ നിർത്തി കാശ് മേടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കുഴപ്പമില്ലെന്നാണ്. പക്ഷെ നമുക്കാ കുഴപ്പം, നാളെ കാശ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ KSRTCക്ക് നമ്മൾ 100 കണക്കിന് കോടി രൂപ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതാരാ? നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുക. അതാ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും ഈ ടാക്സുകൾ ഈടാക്കി ഇതിങ്ങനെ ദൂർത്തടിക്കാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇത് ജനത്തിന് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഹൂത്തികള് അവിടെ റെഡ് സീല് കപ്പൽ തടയുമ്പോൾ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഇൻഷുറൻസ് 0.03% ആണ് ഇൻഷുറൻസ്. ഇപ്പൊ ഇൻഷുറൻസ് 0.1% ആക്കി. എന്ന് പറഞ്ഞാൽ ഓയിലിന്റെയും ബാക്കിയുള്ള പ്രൊഡക്ഷന്റെയും എല്ലാം കാശ് അല്ല. ഇതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ആളുകൾ ഇപ്പോഴും നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ഒന്നും തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കൺസ്ട്രക്റ്റീവായ കാര്യവും കഴിഞ്ഞ 20 കൊല്ലത്തിനിടക്ക് പുതിയതായിട്ടൊന്നും ഉണ്ടാകാതെ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഒരു ഭാവി? അതിനെപ്പറ്റി നമ്മൾ പറയാതിരുന്നാൽ മതി. കാരണം ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് പറയുന്നത് കേട്ടു, 4 മേഖലകളിലാണ് ഇവിടെ കാശുണ്ടാക്കാവുന്നത്. മറ്റു മേഖലയെ പറ്റി പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയത്തില്ല. ഈ മേഖല ഈ ഇത്രയും രാജ്യത്ത് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം, ഈ കേരളത്തിനുണ്ടാക്കാവുന്നത് പോലെ പൈസ ഉണ്ടാക്കാം, അതുപോലെ നമുക്കിവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് വളരെ കാര്യമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. വളരെ കാര്യമാണ്. നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. ഇപ്പം ഇവിടുന്ന് പല ആൾക്കാരും, ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല, പല രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്, കോടിക്കണക്കിന് കാശിന് വേണ്ടി മുടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തെ അവരാ കണ്ട ഒരു കാര്യം ഇവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? ഒറ്റ ഉദാഹരണം എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം വെള്ളപ്പൊക്കത്തെ പറ്റി പഠിക്കാൻ ആംസ്റ്റർഡാമിൽ പോയെന്ന് പറഞ്ഞു. ഇപ്പം ഇത് കോൺട്രവേഴ്സി ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലല്ലാതെ ആംസ്റ്റർഡാമിൽ ഇപ്പം ഞാൻ ഈ 12 വർഷം കൊണ്ട് ഒരു ചുരുങ്ങിയത് 500 പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ള ഒരാളെന്നുള്ള രീതി ഞാൻ പറയാം. ആംസ്റ്റർഡാമിലെ വെള്ളപ്പൊക്കവും നമ്മുടെ വെള്ളപ്പൊക്കവുമായിട്ട് എന്ത് സാമ്യമാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ആംസ്റ്റർഡാമിലെ വെള്ളപ്പൊക്കം കടലിൽ നിന്ന് വേലിയേറ്റം വഴി കയറി വരുന്ന റൈൻ റിവർ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിൽ നിന്ന് തുടങ്ങി അവിടെ ചെല്ലുന്ന ആ ഒരു റിവറാണ് അവിടുത്തെ മെയിൻ റിവർ. ബാക്കി മുഴുവൻ 30% ഏകദേശം നമ്മുടെ ആലപ്പുഴ പോലത്തെ സ്ഥലമാണ് ആംസ്റ്റർഡാം. അപ്പം കടൽ സീ ലെവലിന് താഴെയാണ്. അവിടെ നമ്മുടെ വലിയ ഹോട്ടൽസൊക്കെ റെയിൽവേ ട്രാക്കിന് മുകളിലാണ്. പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2019 ഇപ്പോൾ താമസിച്ച റാഡിഷൻ ബ്ലൂവിൻ്റെ ഹോട്ടൽ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലാണ്. ഇങ്ങനെ കാല് കൊണ്ടിട്ട് അടിക്കൂടെ ട്രെയിൻ പോകുന്നേ മോളി ഹോട്ടലാണ് റാഡിഷൻ ബ്ലൂ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സിറ്റിയാണ്. പക്ഷേ അവിടുത്തെ പറ്റി നമ്മുടെ ടൂറിസത്തിന് ഇത്രയും പഠിക്കാൻ പറ്റിയ സിമിലർ ആയിട്ടുള്ള, നമ്മൾ എല്ലാ ടൂറിസവും അല്ല, നമ്മുടെ വാഗമണ്ണോ മൂന്നാറോ ഒന്നുമല്ല, ആലപ്പുഴ കൊല്ലം ബീച്ച് സൈഡ്, കണ്ണൂർ കോഴിക്കോട് ഈ സൈഡിലുള്ള ടൂറിസവും ആംസ്റ്റർഡാമുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ആംസ്റ്റർഡാമിലെ ടൂറിസം പഠിച്ചാൽ നമുക്ക് കേരളം ടൂറിസത്തിൻ്റെ ഹബ്ബാക്കാം.
ആംസ്റ്റർഡാമിൽ പോകുന്ന ആൾക്കാർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അല്ല പല സ്ഥലത്തും ആംസ്റ്റർഡാമിൽ, ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ കോൺട്രവേഴ്സി ആവുമായിരിക്കും, ആംസ്റ്റർഡാമിൽ ലോകത്ത് നിരോധിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ആംസ്റ്റർഡാമിൽ ലീഗലാണ്. ഇപ്പം നമ്മളൊരു ഡാം സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഉണ്ട്. അവിടെയാണ് ഈ വരുന്ന ആൾക്കാർ മുഴുവൻ വരുന്നൊരു സ്ഥലം. അത് കനാലാൽ ചുറ്റപ്പെട്ട സ്ഥലം. അവിടെ നിന്നാണ് കനാൽ ക്രൂയിസ് ഉണ്ട്, അവിടെ സെക്സ് മ്യൂസിയം ഉണ്ട്, ഒരുപാട് ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബിഷപ്പ് ഹൗസ് ഉണ്ട്, വലിയൊരു കത്തീഡ്രൽ കൂടെ സ്ഥലം. നമ്മുടെ ഇവിടെ കത്തീഡ്രലിൻ്റെ തൊട്ടടുത്ത് ബാറ് പറ്റിയാലെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കത്തീഡ്രലിൻ്റെ തൊട്ട് സ്ഥലത്താണ് ഡാം സ്ക്വയറിൻ്റെ തൊട്ടപ്പുറത്ത് കത്തീഡ്രലിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ട്രീറ്റ് ഉണ്ട്, ദേവാലൻ എന്ന് പറയും. നിങ്ങൾ എഴുതി വെച്ചു ദേവാലൻ. കാരണം ഞാൻ എൻ്റെ ടൂറിസ്റ്റുകളെയും കൊണ്ട് സ്ഥിരമായിട്ട് പോയി ഈ സ്ഥലങ്ങൾ, ഈ യൂറോപ്പിനെ പറ്റി ഏത് രാജ്യം നിങ്ങൾ ചോദിച്ചാലും ഈ കോട്ടയോ എറണാകുളമോ കോഴിക്കോടോ പറയുന്നതിനെ കഴിഞ്ഞ് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഒരു സ്ട്രീറ്റ് സഹിതം. കാരണം ഞാൻ അത്രയും പ്രാവശ്യം എൻ്റെ ആൾക്കാരെ കൊണ്ട് പോയിട്ടുണ്ട്. ദേവാലൻ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലോട്ട് വണ്ടി കയറ്റി വിടിയില്ല, ഇങ്ങനെ കുറ്റി വെച്ചിരിക്കുക. ആ സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെയൊക്കെ നടന്നാൽ ഈ ലോകത്തിലേതൊക്കെ സിന്തറ്റിക് ഡ്രഗ്സ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ലോകത്തിലേതെല്ലാം ഡ്രഗ്സ് കഞ്ചാവ് ഉൾപ്പെടെ സർവ്വതോടെ കിട്ടും. പിന്നെ അതിൻ്റെ തൊട്ട് ഈ ദേവാലൻ്റെ അപ്പുറത്താണ് ഈ ദേവാലൻ, ഇതേ സെയിം സ്പോട്ട് ഈ കനാലുണ്ട്, അതിൻ്റെ സൈഡിലുള്ള സ്ട്രീറ്റുകളാണ് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, നിങ്ങൾക്കിത് ചിരി വരും, പക്ഷെ അങ്ങനെയല്ല. ആണും പെണ്ണും ചെറുപ്പക്കാരും ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ആംസ്റ്റർഡാമിൻ്റെ തെരുവിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. എന്ന് പറഞ്ഞാൽ വരുന്ന ജനം മുഴുവൻ ഇതിനകത്ത് കയറുമെന്നും കഞ്ചാവ് വലിക്കുമെന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ കഞ്ചാവും ഡ്രഗ്സും പെണ്ണും കിട്ടുന്ന സ്ഥലത്ത് ഇന്ന് വരെ ഞാൻ ഒരുത്തനോടെ അടിച്ച് പാമ്പായി കിടന്ന് കണ്ടിട്ടില്ല. അപ്പം നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കി. ആംസ്റ്റർഡാമിൻ്റെ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് നോക്കാം. ഒരു കാലത്തും ആംസ്റ്റർഡാമിൽ ഹോട്ടലിന് റേറ്റ് കുറവില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നവംബർ മുതൽ ഒരു മാർച്ചൊക്കെ വരെ ഓഫ് സീസണാണ്. ആംസ്റ്റർഡാമിൽ ഒരു ഓഫ് സീസണും ഇല്ല, ഹോട്ടലിന് റേറ്റ് കുറവില്ല, ഫ്ലൈറ്റിന് റേറ്റ് കുറവില്ല. ആംസ്റ്റർഡാം എന്ന് പറയുന്ന സ്ഥലം എപ്പോഴും ഫുള്ളാണ്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നിടം വരെ ആൾ ഒഴുകിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആംസ്റ്റർഡാമിൻ്റെ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഞ്ചാവിൻ്റെ മണം ഇങ്ങനെ അടിച്ചിട്ടില്ല. ആദ്യം എങ്ങോട്ട് തിരിഞ്ഞാലും കഞ്ചാവിൻ്റെ മണം. നമ്മളൊരു 4 പേര് നിൽക്കുന്ന കണ്ട കഞ്ചാവിൻ്റെ മണം, നല്ല പച്ച കഞ്ചാവിൻ്റെ മണം. അപ്പം അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് കഞ്ചാവിന് ഈ മണം എന്ന് തന്നെ മനസ്സിലായത്. പക്ഷേ എന്നും പറഞ്ഞ് ആരും അടിച്ച് പാമ്പായിട്ട് വഴി കിടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളിവിടെ ചെയ്യണമെന്നല്ല പറഞ്ഞത്. ടൂറിസത്തിൻ്റെ ഒരുപാട് മേഖലകൾ നമുക്ക് ആംസ്റ്റർഡാമിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. ഞാനൊരു 10-15 ദിവസം എൻ്റെ ദിവസം 10 പൈസ തരണ്ട. ഞാൻ കൊണ്ടു നടന്ന് ഈ റൂട്ടുകളിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തോട് കയറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി വേറെ കാര്യം ഞാൻ പറയാം. ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുഡാപെസ്റ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദനൂബ് റിവറിലെ ക്രൂയിസാണ്. ദനൂബ് റിവർ എന്ന് പറയുന്നത് തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. എനിക്ക് യൂറോപ്പിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ദനൂബ് റിവർ. ദനൂബ് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. 2 ബ്രിഗൻസും വേറെ കണ്ടൊരു നദി, 2 നദി ചെറിയ ദൂരം ഒഴുകി വന്ന് ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് ഇത് ജോയിച്ച് ജർമ്മനി കൂടെ താഴത്തോട്ട് ഇറങ്ങി 10 രാജ്യം കവർ ചെയ്ത് 4 ക്യാപിറ്റൽ കവർ ചെയ്ത് ഉക്രൈൻ്റെയും നമ്മുടെ റുമേനിയയുടെ സൈഡിൽ കൂടെ വന്ന് ബ്ലാക്ക് സീയിൽ പതിക്കും. ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി ബ്ലാക്ക് സീ പതിക്കും. 10 രാജ്യം കവർ ചെയ്യും. 4 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വിയന്ന, 2 ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റ്, 3 സെർബിയയുടെ ക്യാപിറ്റൽ ബെൽഗ്രേഡ്, 4 സ്ലോവാക്യയുടെ ക്യാപിറ്റൽ ബ്രാത്തിസ്ലാവ. ഈ 4 സ്ഥലം കവർ ചെയ്തായത് പോകുന്നത്. ഇത്രയും രസമുള്ള ഒരു നദി, ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വെസൽ പോകുന്നത്, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യുന്നത്, ഇത് യൂറോപ്പിലെ 2ാമത്തെ നദിയാണ്. അപ്പോൾ ഈ നദി ഈ ഒരു ബുഡാപെസ്റ്റ് മാത്രമല്ല, ഇത് ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ആൽഗയാണ്. അത് റഷ്യ കൂടെ മാത്രം ഒഴുകുന്ന 3600 കിലോമീറ്റർ ഉണ്ട്. ഇത് 2780 കിലോമീറ്ററാണ്. ഈ നദി എങ്ങനെ, ഈ ഒരൊറ്റ നദി ഈ 10 രാജ്യക്കാരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പഠിച്ചാൽ മാത്രം മതി നമുക്ക് ഇവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു മനസ്സിലാവും. നമ്മൾ ബുഡാപെസ്റ്റിൽ നിന്ന് രാവിലെ കയറിയാൽ രാവിലെ അവിടുന്ന് ക്രൂയിസ് ഷിപ്പ് നമ്മളെ കൊണ്ട് പോയി ബ്രാത്തിസ്ലാവ കട്ട് ചെയ്ത് നമ്മളെ കൊണ്ട് നേരെ വിയന്നെ പോകും. നമുക്ക് വേണേൽ ഉച്ചക്കത്തെ ഫുഡും എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കണ്ട് നമുക്ക് വിയന്നയിൽ ഇറങ്ങാം. അപ്പം ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് അവിടുന്ന് അവർ ആൾക്കാരെ എടുക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് പോയി അവിടെ പോയിട്ട് 2 രാജ്യം കട്ട് ചെയ്താൽ വരുന്നതെന്ന് ആലോചിക്കണം. അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ കൊണ്ട് നിർത്തും. പിന്നെ 1 hour 10 minutes ക്രൂയിസ്,
ഇപ്പം നമുക്കതിനകത്ത് കയറുമ്പോഴേ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. അത് ബീർ വേണ്ടവർക്ക് ബീർ, വൈൻ വേണ്ടവർ വൈൻ, വേണ്ടത് നാരങ്ങാവെള്ളം വേണ്ടത് അത്, കൊക്കക്കോള, എല്ലാം ഈ വക സാധനങ്ങളെല്ലാം ഇതേ കിട്ടും. ഇത് നമ്മുടെ എൻട്രൻസ് ടിക്കറ്റിലുള്ളതാണ്. നമുക്ക് ഡ്രിങ്ക്സ് വേണോ ഡ്രിങ്ക്സ് കഴിക്കാം, ഹോട്ട് വേണോ ഹോട്ട് കഴിക്കാം. ഇത് ഈ ടൂറിസം എങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഈ കായൽ ടൂറിസം അല്ലെങ്കിൽ നമ്മുടെ കടൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കാൻ ധനുവിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് മുതൽ ബ്ലാക്ക് സീ വരെയുള്ള ഈ ഒരു രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നത് മാത്രം കണ്ടാൽ മതി. ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം ഞങ്ങൾക്കൊരു എൻക്വയറി വരിക, ഒരു 4 ദിവസം റോമിൽ, പിന്നെ ഒരു 4 ദിവസം ബാർസലോണ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം കിലോമീറ്റർ അല്ലേന്ന് അറിയും. ഞങ്ങൾ പാർട്ടിയും കൊണ്ട് നേരെ ഇപ്പം ഒരു 50 പേരുടെ ആണെങ്കിൽ 50 പേരുടെ ബസ്സും കൊണ്ട് നേരെ റോമിൽ നിന്ന് 65 കിലോമീറ്റർ പോയാൽ നേരെ ചീതമൊക്കെ പോർട്ടായി. ഈ ബസ്സും നേരെ കപ്പലിലോട്ട് കയറും, ഈ ആളും കയറും. ഈ കപ്പലിൽ ഒരു 100 ടൺ 80 ടൺ കപ്പാസിറ്റി ഉള്ള 200 ലോറി കയറും, ഒരു 100 ബസ് കയറും, ഒരു 500 കാറ് കയറും. ഇതിനകത്ത് ഒരു 4 സ്റ്റാർ കാറ്റഗറി ഉള്ള ഹോട്ടൽസ്, 3 സ്റ്റാർ റൂംസ് എല്ലാം ഉണ്ട്. നമുക്ക് 4 ബെഡഡ് റൂം വേണേൽ അതുണ്ട്, 2 ബെഡഡ് റൂം വേണേൽ അതുണ്ട്, സിംഗിൾ മറ്റേ ഡോർമെറ്ററി പോലത്തെ അതുണ്ട്, നമ്മുടെ ട്രെയിനകത്തിരുന്ന് പോകുന്ന പോലെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഡാൻസ് ബാറുണ്ട്, ഫുഡുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മൾ രാത്രി 7 മണിക്ക് റോമിൻ്റെ പോർട്ടിൽ നിന്ന് ചിവിത വെക്കുകയെന്നോ അല്ലെങ്കിൽ ഇപ്പം ബാർസലോണയ്ക്കാണ് പോകുന്നെങ്കിൽ ചിവിത വെക്കുകയെന്ന് നിന്ന് കയറിയാൽ ഇന്ന് വൈകുന്നേരം കയറിയാൽ നാളെ ഉച്ചയാകുമ്പോൾ ബാർസലോണ ചെല്ലും. ഇപ്പം നമ്മൾ റോമിൽ നിന്ന് ക്രൊയേഷ്യയ്ക്ക് പോകുന്നെങ്കിൽ ഒരു 1300 കിലോമീറ്റർ ഓടിപ്പോകണം. നേരെ ബാറിന്നോ ബ്രീന്തിസിന്നോ നമ്മൾ ഇതിനകത്ത് ബങ്കോണയെന്നോ കപ്പലേന്ന് കയറിയാൽ ക്രൊയേഷ്യക്ക് 2 പോർട്ടാണ് ഉള്ളത്. ഒന്ന് ദുബ്രോവിനിക്ക്, അതാണ് മജ്ഗൂർ പോകാൻ എളുപ്പം. മറ്റേത് സ്പ്ലിറ്റ്, ഇറ്റാലിയൻ സ്പലാത്തോ എന്ന് പറയും. ഇന്ന് വൈകുന്നേരം നമ്മൾ 10 മണിക്ക് കയറി രാവിലെ 7 മണിക്ക് അവിടെ ചെല്ലും. ഡിന്നറും ഇതെന്ന് കിട്ടും, ബ്രേക്ക്ഫാസ്റ്റും ഇതെന്ന് കിട്ടും. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് അൽബേനിയയ്ക്ക് പോകണമെങ്കിൽ ഈ ബാറിയോ ബ്രീന്തിസിന്നോ നമുക്ക് അല്ലെ അങ്കോണെന്നോ നമുക്ക് കപ്പലെടുത്താൽ നമ്മൾ ഈ പറഞ്ഞ രാത്രി ഒരു 8 മണി 10 മണിക്ക് കയറി 10 മണിയാകുമ്പോൾ നമ്മൾ അൽബേനിയ ചെല്ലും, ദൂറിസ് എന്ന് പറഞ്ഞ പോർട്ടിൽ ചെല്ലും. ഇനി അതുമല്ല നമുക്ക് ഗ്രീസിനാണ് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാർസലോണയ്ക്ക് പോകുന്ന ടൈമേ ഉള്ളൂ. ഇവിടുന്ന് കയറി അവിടെ 2 പോർട്ടുണ്ട്, ഒന്ന് ഇഗുമനിസ്ത, 2 പത്രാസോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും കോസ്റ്റൽ ഏരിയ ഉണ്ടല്ലോ, ഈ റോഡിൽ ഇത്ര ഫുള്ളായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. തിരുവനന്തപുരത്തു നിന്നും കായംകുളത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തുനിന്നും ഉള്ള ലോറികൾ മുഴുവൻ നമുക്ക് ഈ കപ്പലെ കയറ്റി മംഗലാപുരത്തോ കാസർഗോഡോ കണ്ണൂരോ എത്തിച്ചാൽ ലോറിയല്ല, ടൂറിസ്റ്റ് ബസ് കൊണ്ടോ കയറിപ്പോട്ടെ, കാറുകാരൻ കയറിപ്പോട്ടെ നേരം വിളക്കുമ്പോൾ ചെല്ലിയല്ലേ. റോഡിൽ നിന്ന് എന്തുമാത്രം വണ്ടി ഒഴിവാകും. 10,000 രൂപയ്ക്ക് ഡീസൽ അടിക്കണമെങ്കിൽ ഈ ക്രൂയിസിന് ഒരു 2,000 രൂപ മേടിച്ചാൽ മതി. കാരണം കപ്പലിൽ 200 വണ്ടി കയറുമല്ലോ, 100 ബസ് കയറും, 500 കാറ് കയറും. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ? ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലെന്നേ, ഇച്ഛാശക്തി ഉണ്ടായാൽ മതി. വണ്ടി കയറാൻ പറ്റുന്ന റാമ്പോ സെറ്റപ്പ് ഉണ്ടായ ഒരു പോർട്ട് ഉണ്ടായാൽ പോരെ. ഇതൊക്കെ നമ്മുടെ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പം മംഗലാപുരത്തിന് പോകേണ്ട ഒരാളാണ്, അല്ലെ നമുക്കിവിടെ ഒരു 5 ദിവസം അല്ലെ 10 ദിവസം ടൂർ കൊടുത്തു ഇവരെ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ ഈ ബസ് സഹിതം നമുക്ക് ഈ കപ്പലെല്ലാം കയറിയിട്ട് ഇവർ നേരം നമ്മളെ തേക്കുമ്പോൾ ഒരു മംഗലാപുരത്തില്ല. ഈ യാത്ര ഇവർ അറിയുന്നേ ഇല്ല. അങ്ങനെയാണ് വിദേശത്തൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജോഷിയുടെ ഇത് ഇപ്പം കാണുന്ന മലയാളികളാണല്ലോ ഇത് കാണാൻ പോകുന്നത്. ഈ മലയാളികളുടെ ഒരു കൗതുകം ഉണ്ടാകും. യൂറോപ്പിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് മൊത്തം ജോഷിയുടെ അർത്ഥത്തിൽ ഒരു യാത്രയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ഏരിയ ഒക്കെ കടന്ന് കവർ ചെയ്ത് പോകാൻ പറ്റും? ഒരാഴ്ച അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം അതെന്നാന്നറിയോ, ഇപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇത് ഈ യൂറോപ്യൻ യൂണിയനിൽ തന്നെ 27 രാജ്യമുണ്ട്. അപ്പം അത് ഇപ്പം ഇങ്ങേ അറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്ബൺ മുതൽ ഇങ്ങോട്ട് വന്ന ഗ്രീസ് വരെയുണ്ട്. നമുക്ക് എത്ര ദിവസം കിട്ടുന്നോ അത്രയും ദിവസം കൊണ്ട് യാത്ര ചെയ്യാം. സാധാരണ ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ ഒരു 14 ദിവസം 15 ദിവസം 14 ദിവസം 15 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7 രാജ്യം 8 രാജ്യം അല്ലെങ്കിൽ 16 ദിവസം 17 ദിവസമൊക്കെ വരുന്നവരുണ്ട്. പിന്നെ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഉണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഈ മിഡിൽ യൂറോപ്പ് പോലെ അത്രയും സ്പീഡ് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കനാൽസ് ഉണ്ട്, അതുപോലെ ഫെറി ഉണ്ട്, അതുപോലെ അങ്ങനെയുള്ള റോഡ്സിന് ഇത്ര സ്പീഡ് എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആ രാജ്യം ഇപ്പം നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സ്കാൻഡിനേവിയൻ കൺട്രി പോവുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത വർഷം മാർച്ച് ഞങ്ങളൊരു സ്കാൻഡിനേവിയൻ ട്രിപ്പ് ഉണ്ട്, 22 ദിവസം. അത് ബുഡാപെസ്റ്റിൽ നിന്ന് കയറി ബുഡാപെസ്റ്റിൽ നിന്ന് തുടങ്ങി ഫ്രാങ്ക്ഫർട്ടിൽ തീരും. അതായത് ബുഡാപെസ്റ്റിൽ നിന്ന് നേരെ പോളണ്ട് കയറി, പോളണ്ടിൽ നിന്ന് നമ്മൾ ബെലാറസ് കയറി, ബെലാറസിൽ നിന്ന് നേരെ ലിത്വ, എസ്തോണിയ, അവിടുന്ന് ഒരു 160 കിലോമീറ്റർ എടുത്താൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോവാം. ഏത്? റഷ്യ. അതായത് ഈ ലിത്വാനിയയിലോട്ട്, അതായത് നമ്മൾ ഫിൻലാൻഡിലോട്ട് ഈ എസ്തോണിയിൽ നമുക്ക് കപ്പലെടുത്താൽ പോകണ്ടേ, 1 മണിക്കൂറോ 2 മണിക്കൂറോ കണ്ടേ ഉള്ളൂ. അതേസമയം നമുക്ക് ബൈ റോഡ് പോകാം നേരെ, പക്ഷേ റഷ്യ കയറി വരണം. റഷ്യ കയറി അപ്പോൾ അവിടുന്ന് ഹെൽസിംഗിയിൽ നിന്ന് നമുക്ക് മറ്റേ സ്വീഡനിൽ നിന്ന് നമുക്ക് നോർവേയിൽ നിന്ന് ഡെൻമാർക്കിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒരു തിരിച്ചു പോകും. പക്ഷേ അവിടെ കൂടുതൽ ദൂരം വേണം.
ഇപ്പം നോർമലി കൂടുതൽ വരുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് റോം ടു പാരീസ് ചെന്നിട്ടല്ല ആംസ്റ്റർഡാം, അതൊക്കെ ഒരു 13 ദിവസം 14 ദിവസം 15 ദിവസം നല്ലൊരു ട്രിപ്പ് ചെയ്യാൻ ഈ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എല്ലാ ഡെസ്റ്റിനേഷനും കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ടൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൂറ് ഒരു ഞങ്ങളായിട്ട് ഫിക്സ് ചെയ്യുന്നതല്ല. നിങ്ങൾ എന്താവശ്യപ്പെടുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്ന ടൈം, നിങ്ങൾ ആവശ്യപ്പെടുന്ന റൂട്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്ന രാജ്യം, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാറ്റഗറി ഹോട്ടൽ, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡെസ്റ്റിനേഷൻ എല്ലാം കസ്റ്റമൈസ്ഡ് പാക്കേജ്. അപ്പം നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. കൂടുതലും ഞങ്ങൾ ഫാമിലി ടൂറാണ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 4 പേര് 7 പേര് 8 പേര് 14 പേര് 15 പേര്. നമ്മളെന്തായാലും ഇപ്പോൾ ഇന്റർവ്യൂ അവസാനിപ്പിക്കാനല്ല, ഒരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഇനിയും ബസ്സൊക്കെ മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അയ്യോ, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ വേറെ നേരം ഞാൻ പറയാം, വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്? അല്ല, എനിക്ക് ടൂറിസത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ മാറാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ കേരളത്തിലെ മിനിസ്റ്ററിനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഈ കൂട്ടത്തിൽ പറയാനുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെ ഞാനെന്നല്ല എല്ലാവർക്കും പേടിയാണ്. കാരണം നമ്മളൊരു ഓഫീസ് എടുക്കാൻ നോക്കുമ്പോൾ പോലും ഓരോ വലിയ ബിൽഡിങ്ങിലും കെട്ടിടം മുഴുവൻ കാലിയായിട്ട് കിടക്കുക, ഫോർ റെന്റ് എന്ന് എഴുതി വെച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നമുക്കൊന്നും താല്പര്യമില്ല. പിന്നെ ഈ 10-35 വയസ്സ് വരെ ഇവിടെ ജീവിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു നെസ്റ്റോളജി കൊണ്ട് നമ്മൾ വരുന്ന. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് ബസ്, ഒരു KSRTC ബസ്സിൻ്റെ പുറകിലടിച്ച് അന്ന് 6 പിള്ളേർ മരിച്ചു, കുട്ടികൾ മരിച്ചു. ഈ കുട്ടികൾ മരിച്ച് ഞാനൊരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഞാൻ ടൂർ ഓപ്പറേറ്റർ എന്നുള്ളത് സെക്കൻഡാണ്, ഡ്രൈവർ എന്നുള്ളതാണ് ഫസ്റ്റ്. അതിനകത്ത് ആ രണ്ടാമത് പോയ ബസ്സിന് 90 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത്. അവനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? കാരണം ഇവിടുത്തെ KSRTC ബസ്സിൻ്റെ സ്പീഡ് 110. ഇവൻ KSRTC അല്ലാത്തതുകൊണ്ടല്ലേ ഇവൻ്റെ 90 കിലോമീറ്റർ സ്പീഡ് ഓവർ സ്പീഡായത്. ആ വണ്ടി KSRTC ആയിരുന്നെങ്കിൽ ഇത് ഓവർ സ്പീഡ് അല്ലല്ലോ. അപ്പം നിയമം അത് വലിയവനായാലും ചെറിയവനായാലും KSRTC ആണെങ്കിലും അല്ലെങ്കിലും ഒറ്റ നിയമമേ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു വണ്ടി തമ്മി 70 കിലോമീറ്ററിന് പൊക്കത്തിൽ സ്പീഡ് ഉണ്ടെങ്കിൽ ആ വണ്ടി തമ്മിൽ 50 മീറ്ററിൽ കൂടുതൽ അകലം വേണമെന്നാണ് നിയമം, അല്ലേ? അപ്പം ഈ 50 കിലോമീറ്ററിന് പൊക്കത്തിൽ സ്പേസ് കൊടുത്താൽ നമ്മുടെ റോഡുകളിൽ എത്ര വണ്ടി 1 കിലോമീറ്റർ അകത്തോടുന്ന് കണക്കൂട്ടി നോക്കണം. 15 മീറ്റർ കൊണ്ട് ഇന്ന് ഓടുന്ന ബസ്സുകൾക്കും അല്ലെ വലിയ വണ്ടികൾക്കും ലോറികൾക്കൊക്കെ 15 മീറ്റർ നീളമുണ്ട്. അപ്പോൾ 15 മീറ്റർ നീളം ഉള്ള വണ്ടികൾ എത്ര എണ്ണം 1 കിലോമീറ്ററിനകത്ത് ഓടും? അപ്പം വണ്ടികൾ അടുത്തടുത്ത് ഓടും. അപ്പോൾ ഇത്രയും അടുത്തടുത്ത് വണ്ടികൾ ഓടുന്ന ഈ സ്റ്റേറ്റിൽ KSRTC ബസ്സിന് 110 കിലോമീറ്റർ സ്പീഡ് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ ആരോടെങ്കിലും പറയാൻ കൊള്ളൂ? എൻ്റെ അറിവാണ്. KSRTCയുടെ സ്പീഡ് ലിമിറ്റ് 110 കിലോമീറ്ററാണ്, ഏത് സ്വിഫ്റ്റിനൊക്കെ. അത് നോക്കത്താത്ത ദൂരത്ത് കണ്ണു നട്ട് റോഡ് കിടക്കുന്ന യൂറോപ്പിൽ 100 കിലോമീറ്റർ ഒരു ബസ്സിന് ഓടാൻ പറ്റുള്ളൂ. അത് തന്നെയുമല്ല, ഒരു ഡ്രൈവർക്ക് 2 മണിക്കൂറേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പഞ്ച് ചെയ്താൽ ഓടിക്കുന്നത്. 2 മണിക്കൂറാകുമ്പോൾ നോക്കാൻ തുടങ്ങും. അപ്പം ഇവന് ഒരു കാര്യം ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഈ 2 എന്നുള്ളത് 3 മണിക്കൂർ ഓടിക്കാം. 3 മണിക്കൂർ ആയാൽ പിന്നെ 10 മിനിറ്റ് കൂടുതൽ വണ്ടി സമ്മതിക്കില്ല, വണ്ടി ഓട്ടോമാറ്റിക് നിൽക്കും. അപ്പോൾ പിന്നെ ഇവന് 45 മിനിറ്റ്സ് കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഒരു ഡ്രൈവർക്ക് 12 മണിക്കൂറാണ് റണ്ണിങ് ടൈം, ഡ്യൂട്ടി ടൈം. 9 മണിക്കൂറേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കില്ലെന്നറിയാം. 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒന്ന് സ്പീഡ് ഏകീകരിച്ച് പോകത്തക്ക രീതിയിൽ, ഒരു ആക്സിഡൻ്റ് ആകാത്ത രീതിയിൽ ഒരു സ്പീഡിലോട്ട് വണ്ടികൾ KSRTC ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും കൊണ്ടുവരണം. 2, ഒരു ഡ്രൈവർ ഒരു ദിവസം ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് 12 മണിക്കൂർ കൂടുതൽ ഒരാൾ, അല്ലെ 10 മണിക്കൂർ കൂടുതൽ ഒരാൾ ഒരു ദിവസം ഡ്രൈവ് ചെയ്യാൻ മസ്റ്റായിട്ട് അനുവദിക്കരുത്. ആ ആൾക്ക് ഈ 10 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത 10 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് അയാൾ റെസ്റ്റ് എടുക്കാനുള്ള നിയമം കൊണ്ടുവരണം ഇവിടെ. അതായത് ഇപ്പോൾ ഒരു വേളാങ്കണ്ണി പോയിച്ച ഡ്രൈവർ വന്ന് വണ്ടി കഴുകി അടുത്ത വേളാങ്കണ്ണി പോകും. അല്ലെങ്കിൽ ഒരു KSRTC വണ്ടി മംഗലാപുരം പോയിച്ച് തിരിച്ച് വന്നിട്ട് അടുത്ത, അല്ലെ മലബാർ വണ്ടി പോയിട്ട് തിരിച്ചു നടക്കി. അത് അനുവദിക്കരുത്. ഇതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. രണ്ടാമത്, അതായത് ഞാൻ പറഞ്ഞു വരുന്ന, ഒരാൾക്കൊരു 10 മണിക്കൂറെങ്കിലും ഒരു നൈറ്റിൽ മസ്റ്റായിട്ടും റെസ്റ്റ് കിട്ടണം. അത് കൃത്യമായിട്ട് പഞ്ചിങ് സംവിധാനം ഉണ്ടാക്കി നിരീക്ഷിക്കണം. ഈ ഡ്രൈവറെ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ അവനെ പിടിച്ച് ലൈസൻസ് കട്ടിയല്ല വേണ്ടത്. പിന്നെ രണ്ടാമത്, ഒരു ഡ്രൈവർ, ഒരു ഗ്രൂപ്പിനെ കൊണ്ട് പോകുന്ന ഡ്രൈവർ, അല്ലെ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവർക്ക് ഈ ക്ലൈൻറ്റ് താമസിക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ, ഇനി പോട്ടെ 4 സ്റ്റാർ വേണ്ട, ഒരു ക്ലൈൻറ്റ് 4 സ്റ്റാർ താമസിക്കുമ്പോൾ ഒരു 2 സ്റ്റാർ ഉള്ള ഹോട്ടലെങ്കിലും ഒരു സിംഗിൾ റൂം ഒരു ഡ്രൈവർ കുറങ്ങാനുള്ള സംവിധാനം ഗവൺമെൻറ് മസ്റ്റായിട്ടും ഉണ്ടാക്കണം. ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് പറയുക, ടൂർ ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കണ്ണടച്ചു പോയാൽ നമ്മുടെ ജീവിതം തീർന്നു. അപ്പം അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അങ്ങനെയാന്നേ. ഒരു ക്ലയൻറ്റിനെ കൊണ്ട് പോകുന്ന, അല്ലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കൂടെ ഒരു ഡെസ്റ്റിനേഷൻ വേറൊരു ഡെസ്റ്റിനേഷൻ കൂടെ 8-10 ദിവസം ഓടുന്ന ഒരു ഡ്രൈവർക്ക് പാർട്ടി താമസിക്കുന്ന അതേ ഹോട്ടലിൽ, ഇനി അതേ കാറ്റഗറി അല്ലെങ്കിൽ പോലും
ഫ്രീ ആയിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു റൂമോ ഒരു ക്യാബിനോ എങ്കിലും കൊടുക്കണം. ഇത് ശ്രദ്ധിച്ചാൽ ഇതും ഈ ഹൈവേയിൽ ഈ സിക്സാഗ് ഓടിക്കുന്നതും കൂടെ നിർത്തിയാൽ ഇവിടുത്തെ നല്ലൊരു ശതമാനം ആക്സിഡൻറ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഈ റോബിൻ പോലത്തെ വണ്ടികൾക്ക് ഇഷ്ടം പോലെ പെർമിറ്റ് കൊടുക്കുകയും ഇവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കുകയും ഇവിടെ പുതിയതായിട്ട് സംവിധാനം ഉണ്ടാക്കാൻ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരെ ഗവൺമെൻറ് ലെവലിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ ഈ ടൂറിസം കൊണ്ട് നമുക്ക് കോടിക്കണക്കിന് കാശ് ഉണ്ടാക്കാൻ പറ്റും. വലിയ തൊഴിൽ സാധ്യത, വലിയ തൊഴിൽ സാധ്യത. ഞാനീ പറഞ്ഞ പോലെ വിൻറ്റേജ് കാർസ്, ഓഫ് റോഡ് വണ്ടികൾ, അതുപോലെ ഈ പിള്ളേരെ ട്രെയിനിങ് കൊടുക്കുന്നത്, ഈ ഇതെല്ലാം നമുക്ക് ഭയങ്കര. അതുപോലെ നമ്മുടെ ഈ അതുപോലെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പം ആനയിറങ്കൽ ഡാമിൽ ചെന്നു. ഈ ആനയിറങ്കൽ ഡാമിൽ മാത്രമല്ല, അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഞാൻ ആ നെയ്യാർ ഡാമിൽ പോയി. അപ്പോൾ അവിടെ ചെന്ന് നമുക്കൊരു ബോട്ടിങ്ങിൽ ചെന്നു. അവിടെ നിന്ന് ഇരിക്കുന്നവരുണ്ടല്ലോ, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ ആളുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം. ഒരു മര്യാദയില്ലാതെ KSIBയുടെ സ്റ്റാഫാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ആനയിറങ്കൽ ഡാമിൽ ഇരിക്കുന്നത്. ഒരു മര്യാദയില്ലാതെ ഞാൻ ചോദിച്ചപ്പോൾ ഈ ബോട്ട് എപ്പോഴാണ് പോകുന്നത് അതറിയത്തില്ല. ആൾ വന്നാൽ ഞങ്ങൾ തുടങ്ങും. അപ്പോൾ ഞാൻ ചോദിച്ചു സ്പീഡ് ബോട്ട് തന്നെ, സ്പീഡ് ബോട്ട് കൊട്ടവഞ്ചി ഉണ്ടോ? അതിപ്പോൾ ഇല്ല. അപ്പോൾ അതായത് അവർക്കിത് ചെയ്യണമെന്നേ ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ അവിടെയാണെങ്കിൽ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ടൈം വെക്കണം, ഇത്ര പേർക്ക് ഇത്ര എന്ന് വെച്ചിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഇട്ട് ഇത് നടന്നത്. ഇത് അങ്ങനെയല്ല. നമ്മൾ ചെന്ന് 4 പേര് ചോദിക്കും, ആളില്ല, 15 പേര് വന്നാലേ വിടുകയുള്ളൂ, അല്ലെ 15 പേര് കാശ് നമ്മൾ പോകും. ഇത് കഴിയും 10 പേര് വരും. എന്നാൽ ഈ 15-നെയും 10-നെയും കൂടെ അവർ കോർഡിനേറ്റ് ചെയ്യല. നമുക്കറിയത്തില്ലല്ലോ. ഇവർ ഈ 15 ഗ്രൂപ്പിനെയും കൂടെ 15 അല്ലെ നിങ്ങൾ പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ നമ്പർ തന്നേച്ചു, അടുത്ത ആൾ വരുവാണെങ്കിൽ ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഇത് കോർഡിനേറ്റ് ചെയ്യണം. ഇതൊന്നും ചെയ്യല. കാരണം ഈ ഇരിക്കുന്നവർക്കൊന്നും ശമ്പളം കിട്ടുന്നവരാ, ഇവർക്കൊന്നും ഇത്. ഈ ആനയിറങ്കൽ ഡാം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ നെയ്യാർ ഡാം, ഈ 2 സ്ഥലത്തെ കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ മാറ്റണം. ഇതെല്ലാം പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കണം. സർക്കാരിനെ കൊണ്ട് ഇതൊന്നും പറ്റിയല്ല, പറ്റിയാൽ തന്നെ വൃത്തിയായിട്ട് നടത്താനും പറ്റില്ല. ഇതെല്ലാം പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് വിൽക്കാൻ മേലാത്ത പൈസയ്ക്ക് കൊടുക്കും, അതും പറ്റിയല്ല. മാന്യമായൊരു റേറ്റിന് പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കണം. അതുപോലെ കടലുകൾ, പ്രൈവറ്റ് ബീച്ചുകൾ കൊടുക്കണം. പ്രൈവറ്റ് ബീച്ചുകൾ കൊടുക്കണം. അതിൻ്റെ പരിചരണവും കാര്യങ്ങളും എല്ലാം അവരെ ഏൽപ്പിക്കണം. നമുക്ക് ടൂറിസത്തിന് അസാധ്യമായ ചാൻസസ് ഇവിടെയുണ്ട്. പക്ഷേ ഒരുപാട് മേഖലകളിൽ മാറ്റം വരുത്തണം, അല്ലാതെ നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്ര സമയം ഓക്കെ, താങ്ക് യു.